CPM SDPI ഡീൽ ആരോപണം ഉയർത്തി UDF. CPMന് എല്ലാവരുമായി ഡീലെന്ന PMA സല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡീൽ ആരോപണം കത്തുന്നതിനിടെ CPM SDPI ഡീൽ ആരോപണം ശക്തമാക്കി UDF. SDPI സംസ്ഥാന വ്യാപകമായി CPMന് പിന്തുണ നൽകുന്നുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപണം. SDPI വോട്ട് ഇത്തവണ ഇടതുപക്ഷത്തിൽ നിന്നാണ് സൂചന. ഔദ്യോഗിക തീരുമാനമായിട്ടില്ലെന്നാണ് SDPI നേതാക്കളുടെ പരസ്യ നിലപാടെങ്കിലും മങ്കടയും വേങ്ങരയും അടക്കമുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ LDF സ്വതന്ത്രർക്ക് പിന്തുണ നൽകുമെന്നാണ് വിവരം. CPM SDPI ഡീൽ ആരോപണം കഴിഞ്ഞ ദിവസം UDF നേതാക്കൾ ശക്തമാക്കിയിരുന്നു. രമേശ് ചെന്നിത്തല, VD സതീശൻ അടക്കമുള്ള നേതാക്കൾ CPM SDPIയുടെയും PDPയുടെയും പിന്തുണ തേടുന്നുണ്ടെന്ന് ആരോപിച്ചിരുന്നു. CPMന് എല്ലാവരുമായി ഡീലെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ഒരു ഭാഗത്ത് BJPയുമായും മറുഭാഗത്ത് SDPIയുമായും CPM ധാരണ ഉണ്ടാക്കുന്നുവെന്നും PMA സലാം പുനലൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പറഞ്ഞു. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതിൽ സന്തോഷമുണ്ട്. തന്നോട് സ്ഥാനാർത്ഥിയാകാൻ പാർട്ടി പറഞ്ഞില്ലെന്നും അതിന്റെ കാരണം പുറത്തു പറയേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നായനാരെ വധിക്കാൻ ശ്രമിച്ച PDP പാവമാണ് പോലും. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതിയായ മദനി വെറും നിരപരാധി. ഇത്തവണയും പിന്തുണ വാങ്ങുന്നുണ്ടെന്ന് MA ബേബി. ഇത്തവണയും PDPയുടെ പിന്തുണയുണ്ടെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. PDPയുടെ പഴയ നിലപാടല്ല ഇപ്പോഴെന്നും അബ്ദുൽ നാസർ മദനി തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ബേബി പറയുന്നു. കേരളത്തിലെ മുസ്ലിം യുവാക്കളിൽ ഭീകരാശയങ്ങൾ കുത്തിവെക്കുന്നതിൽ പ്രമുഖ പങ്കുവഹിച്ച അബ്ദുൽ നാസർ മദനി രൂപീകരിച്ച പാർട്ടിയാണ് PDP. കേരളത്തിലെ ആദ്യകാല ഭീകര പ്രസ്ഥാനമായ ISSന്റെ തലവനായിരുന്നു മദനി. പിന്നീട് ഭീകര സംഘടനയെ നിരോധിച്ചപ്പോൾ അത് PDP എന്ന പേരിൽ തലപൊക്കുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന LK അദ്വാനിയെ വധിക്കാൻ ശ്രമിച്ച കോയമ്പത്തൂരിൽ സ്ഫോടന പരമ്പരയിൽ പ്രതിയായാണ് മദനി ജയിലിൽ കഴിയുന്നത്. EK നയനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് മദനി അറസ്റ്റിലായത്. പിന്നീട് EK നയനാർക്ക് നേരെ PDP ഭീകരരുടെ വധശ്രമം ഉണ്ടായിരുന്നു. അതേസമയം ബേബി SDPIയുമായി ഒരു നീക്കുപോക്കില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും CPMന്റെ നിലപാട് അതല്ലെന്നാണ് വ്യക്തമാകുന്നത്. തെരഞ്ഞെടുപ്പിൽ SDPIയുമായി സഹകരണം ഉണ്ടോ എന്ന ചോദ്യത്തിനാണ് കൃത്യമായി ഉത്തരം പറയാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയാണെന്നാണ് ആക്ഷേപം. ഭീകര ശക്തികളുടെ പിന്തുണ വേണ്ടെന്ന് പരസ്യമായി പറയാനും മുഖ്യമന്ത്രി തയ്യാറല്ലെന്നും വിമർശനങ്ങളുണ്ട്.